അസ്സലാമലൈക്കും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈമുൻസ് കിച്ചൺ. ഇന്നൊരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സാറ്റർഡേ ശനിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ്. അപ്പം ഈ ഒരു വ്ളോഗിൽ ഞാനൊരു റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോസ് ആപ്പിൾ ബന്നാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് മഴയും ഇല്ല വെയിലും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ്. അപ്പം പിന്നെ ഓരോ പണിൻ്റെ ഇടയിൽ പെട്ടെന്നാണ് തീരുമാനിച്ചത് ഒന്ന് പുറത്തേക്ക് പോകാമെന്നുള്ളത്. എവിടാന്നുള്ളതൊന്നും പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയതുകൊണ്ട് നമ്മൾ നേരെ മുഴുപ്പിലങ്ങാടേക്ക് വിട്ടു. അപ്പം റോസ് ആപ്പിൾ ബൻ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തവണ. അന്ന് ഞാൻ ശരിക്കും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. FBയിൽ പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. റിട്ടേൺ റെസിപ്പി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ 3 മണി ആയപ്പോഴാണ് ശരിക്കും ഈവനിങ്ങിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ള ആപ്പിൾ ഒന്ന് വിളയിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് പഞ്ചസാര വെള്ളം ഇട്ടിട്ട് ഒന്നങ്ങ് സിറപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതാവുമ്പം ഷുഗർ സിറപ്പ് അങ്ങ് കട്ടയായി പോവില്ല. എന്നിട്ട് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേർമയായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പിളാണ്, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ഷുഗർ സിറപ്പിലിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ ആപ്പിൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് കുടിച്ച് വരണം. കുറഞ്ഞത് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്നിങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. ആപ്പിൾ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് വരുമ്പം ഒന്നങ്ങ് വാടി വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് സിറപ്പിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇങ്ങനെയുള്ള ഷുഗറിൽ വിളയിച്ചെടുത്ത ഫ്രൂട്ട്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ നമുക്കെന്തായാലും ഷുഗർ സിറപ്പ് ലാസ്റ്റ് വേണം. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതും. അങ്ങനെ ഇപ്പം ആപ്പിൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ആപ്പിൾ ഏറ്റവും നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റൂ. ഒരു റോസിൻ്റെ ഷേപ്പിൽ റോൾ ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ഇപ്പം ആപ്പിളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബന്നിന് വേണ്ടിയിട്ട് ഞാനിത് 2-3 മണിക്കൂർ മുമ്പേ കുഴച്ച് വെച്ചതാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ബന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പി. അപ്പോൾ ബന്നിൻ്റെ ദോ ഉണ്ടാക്കുന്നത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ബന്നിൻ്റെ ദോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു വലിയ ചപ്പാത്തിയുടെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പം റൗണ്ടായിട്ടോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ അല്ല നമുക്ക് വേണ്ടത്. ഇത് റോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നീളത്തിലായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ പോലെ ആയിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ ഞാനിപ്പം നീളത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം കട്ട് ചെയ്യാനൊരു വീതി വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്യാം. ഒരു ചെറുവിരലിൻ്റെ വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് സൈഡൊക്കെ അങ്ങ് മാറ്റി വെക്കാം. സൈഡ്സൊക്കെ ആകുമ്പം നമുക്ക് റോൾ ചെയ്യാനും അങ്ങനെ ആപ്പിൾ വെച്ചിട്ട് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ഭാഗം എടുത്തിട്ട് അതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷുഗർ സിറപ്പിൽ വിളയിച്ച ആപ്പിൾ ഉണ്ടല്ലോ, സ്ലൈസ് ചെയ്ത ആപ്പിൾ, അത് ഓരോന്നും അങ്ങനെ വെച്ച് കൊടുക്കാം. ആപ്പിൾ ഞാൻ തൊലി കളയാതെയാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തത്. ഇങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവും. ആപ്പിൾ വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തതിൻ്റെ പകുതിയിൽ വെച്ചിട്ടങ്ങ് മുകളിലോട്ടാക്കി വെച്ച് കൊടുക്കണം. അതായത് ആ തൊലി പുറമേ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ പരത്തിയെടുത്തതിൻ്റെ ബാക്കി വരുന്നത് ആപ്പിൾ കവർ ചെയ്യുകയും ചെയ്യണം. പകുതിയോളം കവറായിട്ട് കിട്ടും. ആ വലിപ്പത്തിലാണ് നമ്മൾ ശരിക്കും ഇത് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ റോൾ ചെയ്യുമ്പം ശരിക്കും ഒരു റോസിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ കിട്ടും. കണ്ടോ, ഇതിപ്പോൾ ഒരു റോസിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. തൊലി കളയാണ്ട് ആപ്പിൾ വെച്ചപ്പം കാണാനൊരു ഭംഗിയുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് തൊലി കളഞ്ഞിട്ടും ചെയ്യാം. ഇങ്ങനെ ഒരു റോസിൻ്റെ ആ ഒരു ഇതളുകൾ വരുന്നതിൻ്റെ ആ ഒരു ഷേപ്പ് ആ തൊലിയിൽ കാണാൻ കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഗ്ലാസ് ബൗളിൽ ഞാനിപ്പം നന്നായിട്ട് നെയ്യൊക്കെ പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഉണ്ടാക്കുന്ന റോസൊക്കെ ഓരോന്നും അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആപ്പിൾ നമ്മൾ നേർമയായിട്ട് സ്ലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഇതേപോലെ റോൾ ചെയ്യാൻ പറ്റൂ. പിന്നെ ആ ഒരു ഷുഗർ സിറപ്പും കൂടെ കിട്ടുമ്പം നമ്മുടെ ഈ ബന്ന് നല്ലൊരു സ്വീറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോന്നും ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ബേക്കിംഗ് ട്രേയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം.
അങ്ങനെ ഇപ്പോൾ ഓരോന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുഴുവനാക്കി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതൊന്ന് സൈസായി കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്തു പോകാമെന്ന് പറഞ്ഞപ്പം ഇതവിടെ ഓവനിൽ ഓണാക്കാതെ തന്നെ ഓവനിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ വിട്ടത് മുഴുപ്പിലങ്ങാടാണ്. അപ്പം അവിടെ എത്തിയപ്പം പിന്നെ ഡ്രൈവിംഗ് ബീച്ചാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചാണെന്നുള്ളത്. ഡ്രൈവ് ചെയ്യാം അവിടെ നിന്ന്. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും വണ്ടികൾ കടത്തി വിടുന്നില്ല. അവിടെ ഒരു പകുതിയിൽ വെച്ചിട്ട് തന്നെ അവരൊരു റെഡ് ക്രോസ് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പം വണ്ടികളൊന്നും അങ്ങ് പോകില്ല, ആൾക്കാർക്കൊക്കെ അങ്ങ് ഇറങ്ങി വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കാം. പിന്നെ ഇപ്പം നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ്, മഴയും ഇല്ല അത്ര വെയിലും ഇല്ല. ഇപ്പോൾ ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് കളിക്കുക എന്നുള്ളൊരു ഇതിലെല്ലാവരും കൂടെ അങ്ങ് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരുപാട് പിള്ളേരും കുട്ടികളും ആൾക്കാരും എല്ലാവരും ഉണ്ട് അവിടെ. പിന്നെ അവിടുന്ന് ചായയും കടിയൊക്കെ ആയിരുന്നു, കല്ലുമ്മക്കായും ഉണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വെള്ളത്തിലേക്ക് പോകുന്ന അതിൻ്റെ ആ സൈഡിലായിട്ട് ചെറിയൊരു കട ഉണ്ട്, അവിടെ കല്ലുമ്മക്കായ ഈ ഉണ്ട ഒക്കെ ഉണ്ടായിരുന്നു. ആ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ കല്ലുമ്മക്കായ പൊരിച്ചതിൻ്റെ ആ ഒരു മണം, ഭയങ്കര മണമായിരുന്നു അത്. നല്ലൊരു ടേസ്റ്റുള്ള കല്ലുമ്മക്കായ. പിന്നെ ഉണ്ട തിന്നിട്ടുണ്ടായിരുന്നു. ഉണ്ട ഇളമ്പക്ക കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആദ്യമായിട്ടാണ് നമ്മളൊക്കെ ഇളമ്പക്ക വെച്ചിട്ട് തിന്നുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇനി അത് വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു 1/4 മണിക്കൂർ അവിടെ ഒന്നിങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അങ്ങ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഇതാണ് തലശ്ശേരി കോർട്ടിൻ്റെ അടുത്തുള്ള പാർക്കാണ് ഈ കാണുന്നത്. സീ വ്യൂ പാർക്ക് എന്നങ്ങനെ ഇതിൻ്റെ പേര്. അപ്പം നമ്മളിവിടെ 1-2 തവണ എങ്ങാനേ വന്നിട്ടുള്ളൂ. നല്ലൊരു ക്ലൈമറ്റാണ്, കടൽ നോക്കിയിരിക്കാൻ നല്ല, ഈ കപ്പിൾസിനൊക്കെ വന്നിട്ട് കടൽ നോക്കിയിരിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള നല്ലൊരു സ്ഥലമാണിത്, സീ വ്യൂ പാർക്ക്. അങ്ങനെ നമ്മളിപ്പം തിരിച്ച് വന്നപ്പോഴേക്കും കണ്ടോ, ബന്നിൻ്റെ ആ ഒരു ഷേപ്പ് നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് നല്ല നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് ഇതങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം അങ്ങനെ അങ്ങ് ബേക്കായി വരട്ടെ. ഇപ്പോൾ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ സിറപ്പ് ഉണ്ടല്ലോ ഷുഗറിൻ്റെ, അതൊന്ന് മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഓരോ പീസാക്കിയിട്ട് അങ്ങ് എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഷുഗറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല അടിപൊളി സാധനമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ. വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പം പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം മൈമൂൻസ് കിച്ചൻ. താങ്ക് യു.